Hey everyone, welcome back to A World. I'm Avantika. I am Abdul. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓറിയോ പുഡിംഗ് ആണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ട നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഗൈസ്. നെക്സ്റ്റ് ക്രീം ചീസാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഷുഗറാണ്. പിന്നെ വാനില എസൻസും മെൽറ്റഡ് ബട്ടറും. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഒരു സിബ്ലോ കവർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഓറിയോ ബിസ്ക്കറ്റ് അതിനകത്തിട്ടിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് അതിനകത്തോട്ട് ഇടാം. അപ്പോൾ ഗൈസ് നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം ഗൈസ്. നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ബട്ടറില്ലേ, അത് നമുക്ക് ഇതിനകത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിനകത്തോട്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പിന്നെ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് മാറ്റി വെച്ചതെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഗൈസ് ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു 3 എണ്ണം. അത് നമുക്കൊന്ന് ഒടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതേപോലത്തെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് നമുക്ക് ലെയറായിട്ട് ഇടാം. ഫസ്റ്റ് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഇടാം. നമുക്കിതൊന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് അതേപോലെ സെക്കൻഡ് ഗ്ലാസ്സിലും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് നമ്മുടെ ക്രീം ചീസ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നല്ലോണം ഗ്ലാസ്സിലോട്ട് അത് ആഡ് ചെയ്യണം. 2 ഗ്ലാസ്സിലോട്ടും ആഡ് ചെയ്യണം. അത് നല്ലോണം എന്നിട്ടൊന്ന് ഒരു നല്ല പോലെ സ്മൂത്തായിട്ട് ലെവൽ ചെയ്യണം. പക്ഷെ ഇത് ക്രീം ആയതുകൊണ്ട് നമുക്ക് വലുതായിട്ടൊന്നും ലെവൽ ചെയ്യാൻ പറ്റില്ല. ഇച്ചിരി പയ്യെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ 2 ഗ്ലാസ്സിലും ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ലെയറായിട്ട് വീണ്ടും നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓറിയോ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം ലെവൽ ചെയ്യുക. 2 ഗ്ലാസ്സിലും നല്ലോണം ഒന്ന് ലെവൽ ചെയ്യുക. ഗൈസ് നമ്മൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ലെയറായിട്ട് നമ്മുടെ ക്രീം ചീസ് മിക്സ് ഒന്നുകൂടി ഇട്ട് കൊടുക്കണം. ഗൈസ് നമ്മൾ 2 ഗ്ലാസ്സിലും നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കുക. ഗൈസ് നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട വീണ്ടും ഓറിയോ ബിസ്ക്കറ്റ് ആണ്. അപ്പം നമുക്ക് അത് 2 ഗ്ലാസ്സിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം.
അപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതൊന്ന്. ഗൈസ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാനിപ്പോൾ നേരത്തെ മാറ്റി വെച്ച വിപ്പിംഗ് ക്രീമാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാനായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനത്തെ ഡെക്കറേഷൻസൊക്കെ ചെയ്തത് ഇങ്ങനെ സർക്കിൾ പോലെ വന്നത് ഒരെണ്ണത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഗ്ലാസ്സിലും ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ നമ്മൾ ഈ സെക്കൻഡ് ഗ്ലാസ്സിൽ നല്ലോണം സർക്കിൾ പോലെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഗൈസ് ഈ സെക്കൻഡ് ഗ്ലാസ്സിലും ചെയ്തു. ഇനി നമുക്ക് ഓറിയോ നമ്മൾ വെച്ച് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് മുകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് 2 ഗ്ലാസ്സിലും ചെയ്തെടുക്കണം. ഞാൻ 2 ഗ്ലാസ്സിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഓറിയോ ലെയർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.